2025 നമ്മുടെ ബയോളജിയുടെ സിലബസ് എന്താണെന്ന് ധാരാളം കുട്ടികൾ നമുക്ക് ക്യൂറ്റിന്റെ വീഡിയോസിന്റെ താഴെ ഇങ്ങനെ കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ CUET UG ബയോളജി സിലബസ് 2025 ഞങ്ങൾ ഇന്ന് വന്നിരിക്കുന്നത്. സോ മക്കൾക്ക് അറിയാമല്ലോ നമ്മളെ +2 എന്താണോ ബയോളജി പഠിക്കുന്നത് അത് തന്നെയാണ് ഇവിടെ പഠിക്കാനായിട്ടുള്ളത്. അപ്പൊ നമുക്ക് മൊത്തം 5 യൂണിറ്റ് ആണ്. 5 യൂണിറ്റ്സ് ആണ് നമുക്ക് മൊത്തത്തിലുള്ളത്. ഫസ്റ്റത്തെ യൂണിറ്റ് റീപ്രൊഡക്ഷൻ ആണ്. ഇപ്പൊ ചാപ്റ്റർ 1 വരുന്നത് ഏതാണ്? സെക്ഷുവൽ റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. അപ്പൊ അതിൽ ബേസിക്കലി നമ്മൾ അതിൽ പഠിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് ഫ്ലവറിന്റെ സ്ട്രക്ചർ, ഔട്ട് ബ്രീഡിംഗ് ഡിവൈസസ്, അതേപോലെ തന്നെ സീഡിന്റെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, ഇനി എൻഡോസ്പോമിന്റെ എംബ്രിയോന്റെ ഡെവലപ്മെന്റ് ആയിക്കോട്ടെ, പാർത്തനോകാർപ്പി, പോളി എംബ്രിയോണി, ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ്. അപ്പോമിക്സസ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അതിൽ നിന്നും കാര്യമായിട്ട് അല്ലെ സ്പെഷ്യൽ ആയിട്ടുള്ള മോഡുകൾ ഏതൊക്കെയാണെന്നുള്ള കാര്യങ്ങളും ഇതൊക്കെയാണ് നമുക്ക് ജനറലി ഫസ്റ്റ് ചാപ്റ്റർ, അതായത് റീപ്രൊഡക്ഷൻ ഫ്ലവറിംഗ് പ്ലാന്റ്സിൽ നമുക്ക് പഠിക്കാനായിട്ട് ഉള്ളത്. ഹ്യൂമൻ റീപ്രൊഡക്ഷനിൽ നമുക്ക് മെയിൽ ആൻഡ് ഫീമെയിൽ റീപ്രൊഡക്റ്റീവ് സിസ്റ്റം നമുക്ക് പഠിക്കാനുണ്ട്. സ്പെർമാറ്റോജനസിസ്, ഊജനസിസ്, മെൻസ്ട്രൽ സൈക്കിൾ ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ഫെർട്ടിലൈസേഷൻ, ബ്ലാസ്റ്റോസിസ്റ്റിന്റെ സ്ട്രക്ചർ, ഇംപ്ലാന്റേഷൻ, അതുപോലെ പ്ലാസന്റ്, അതിന്റെ ഫംഗ്ഷൻ എന്താണ്, ഹോർമോൺസ് എന്താണ്, ലാക്ടേഷൻ തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഹ്യൂമൻ റീപ്രൊഡക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഇപ്പൊ റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നോക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നതാണ് സെക്ഷലി ട്രാൻസ്മിറ്റഡ് ഡിസീസസ് വിത്ത് എക്സാമ്പിൾസ്. അതേപോലെ നമുക്ക് ബർത്ത് കൺട്രോൾ മെത്തേഡ്സ്, അതായത് കോൺട്രാസെപ്റ്റീവ് മെത്തേഡ്സ് പഠിക്കാനുണ്ട്. പിന്നെ MTP പഠിക്കാനുണ്ട്. ആൻഡ് ഇൻഫെർട്ടിലിറ്റി, അതിൽ വരുന്ന അസിസ്റ്റഡ് റീപ്രൊഡക്റ്റീവ് ടെക്നോളജീസ്, IVF-ഉം ജിഫ്റ്റും അങ്ങനെ തുടങ്ങിയ നമുക്ക് ഏതൊക്കെയാണ് പഠിക്കാനുള്ളത് അതൊക്കെയാണ് നമുക്ക് ഇവിടെയും ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത്. സോ ഇത് നമ്മുടെ കൃത്യമായ സിലബസ് ആണ്. അപ്പൊ ഇതിൽ ഏതൊക്കെയാണോ ടോപ്പിക്സ് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത് അതൊക്കെ നിങ്ങൾ എന്തായാലും കവർ ചെയ്യാം. ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും കേട്ടോ. ഓക്കെ, ജെനറ്റിക്സ് ആൻഡ് എവല്യൂഷൻ എന്നുള്ളതാണ് നിങ്ങളുടെ സെക്കൻഡ് യൂണിറ്റ്. അതിൽ നിങ്ങൾക്ക് ഈ പറയുന്ന പോലെ 3 ചാപ്റ്റേഴ്സ്, പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ, മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് എവല്യൂഷൻ, ഇതാണ് വരുന്നത്. അപ്പൊ പ്രിൻസിപ്പിൾസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആൻഡ് വേരിയേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് പഠിക്കാനുണ്ട്. അല്ല, അതിൽ തന്നെ ഇൻകംപ്ലീറ്റ് ഡോമിനൻസും കോ ഡോമിനൻസും മൾട്ടിപ്പിൾ എലിലിസും ഒക്കെ എന്താണ് ഡീവിയേഷൻസ് ഫ്രം മെന്റേലിയൻ ഇൻഹെറിറ്റൻസ് ആണ്, അതും നിങ്ങൾക്ക് പഠിക്കാനുണ്ടാവും. പിന്നെ നമുക്ക് എന്താണ് ക്രോമസോമൽ തിയറി ഓഫ് ഇൻഹെറിറ്റൻസ് പഠിക്കാനുണ്ട്. അതിൽ തന്നെ നമുക്ക് ലിങ്കേജും ക്രോസിംഗ് ഓവർ പഠിക്കാനുണ്ട്. പിന്നെ സെക്സ് ഡിറ്റർമിനേഷൻ പഠിക്കാനുണ്ട്. ഹ്യൂമൻസിൽ, ബേർഡ്സിൽ, ഹണിബീലൊക്കെ പഠിക്കാനുണ്ട്. പിന്നെ എന്താണ് മെന്റേലിയൻ ഡിസോർഡേഴ്സ് പഠിക്കാനുണ്ടാകും. അതേപോലെ ക്രോമസോമൽ ഡിസോർഡേഴ്സും പഠിക്കാനുണ്ടാകും. അത് കൃത്യമായിട്ട് ഡിസോർഡേഴ്സ് പഠിച്ചു വെച്ചോളൂ. റീസൺസും കാര്യങ്ങളും സിംറ്റംസും ഒക്കെ പഠിച്ചു വെച്ചോളൂ. അപ്പൊ മോളിക്കുലർ ബേസ് ഓഫ് ഇൻഹെറിറ്റൻസ് ശരിക്കും വലിയ ചാപ്റ്റർ ആണ്. പക്ഷെ അതില് എന്താ പറയാ കുറച്ച് ടോപ്പിക്സ് അല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും. ഓരോന്നിന്റെ ഉള്ളിൽ എത്രത്തോളം കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് അറിയാലോ. നിങ്ങൾക്ക് തന്നെ അറിയാം. ഓക്കെ, അപ്പം ജനറ്റിക് മെറ്റീരിയൽ വേണ്ടിയിട്ടുള്ള സെർച്ച്, കുറെ എക്സ്പെരിമെന്റ്സ്, എക്സാമിനൊക്കെ ആകുമ്പോൾ കുറച്ചും കൂടി നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുത്ത് തന്നെ പഠിക്കണം ഇങ്ങനത്തെ ചാപ്റ്റേഴ്സ്. കാരണം പല രീതിയിൽ ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പൊ നമ്മൾ പറയുമ്പോൾ ഇത് ഇത്രയല്ലേ ഉള്ളൂ എന്ന് നമുക്ക് തോന്നും. പക്ഷെ അതിലുള്ള ഓരോ കാര്യവും ഇങ്ങനത്തെ പ്രത്യേകിച്ച് നമുക്ക് കോമ്പറ്റേറ്റീവ് എക്സാംസ് ആകുമ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരിക്കും ഭാഗത്ത് കേട്ടോ. ഓക്കെ, അപ്പൊ എക്സ്പെരിമെന്റ്സ്, അതിന്റെ പുറമെ സ്ട്രക്ചർ ഓഫ് DNA ആൻഡ് RNA, പിന്നെ DNA പാക്കേജിംഗ്, ന്യൂക്ലിയോസോം മോഡലൊക്കെ പഠിച്ചു വെച്ചോളാം. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ ഇത് പഠിക്കണം. പിന്നെ ലാക് കോപ്രോൺ ഉണ്ട്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഉണ്ട്, DNA ഫിംഗർ പ്രിന്റിംഗ് ഉണ്ട്. ഇത്രയും കാര്യങ്ങൾ കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളാം. ഇനി എവല്യൂഷനിലേക്ക് വരികയാണെങ്കിൽ ഒറിജിൻ ഓഫ് ലൈഫ്, അതുപോലെ തന്നെ എന്തൊക്കെയാണ് എവല്യൂഷന്റെ എവിഡൻസസ് എന്നുള്ളത് പഠിക്കുക. ഇപ്പം കമ്പാരിറ്റീവ് അനാട്ടമി, മോർഫോളജി, പാലന്റോളജി, എംബ്രിയോളജി ഒക്കെ പഠിക്കണം. ഡാർവിന്റെ കോൺട്രിബ്യൂഷൻ പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ എന്താണ് മെക്കാനിസം ഓഫ് എവല്യൂഷൻ നമുക്ക് പഠിക്കാനുണ്ട്. നാച്ചുറൽ സെലക്ഷന്റെ ടൈപ്പ് വിത്ത് എക്സാമ്പിൾസ് പഠിക്കാനുണ്ട്. അതേപോലെ തന്നെ ജീൻ ഫ്ലോ എന്താ, ജനറ്റിക് ഡ്രിഫ്റ്റ് എന്താ, വെരി ഇമ്പോർട്ടന്റ് ഹാർഡി വെയിൻബർഗ് പ്രിൻസിപ്പിൾ അല്ലെ, അഡാപ്റ്റീവ് റേഡിയേഷനും ഹ്യൂമൻ എവല്യൂഷനും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, ആൻഡ് തേർഡ് യൂണിറ്റ് ബയോളജി ആൻഡ് ഹ്യൂമൻ വെൽഫെയർ എന്ന് പറയുന്ന യൂണിറ്റിൽ 2 ചാപ്റ്റേഴ്സ് ആണ്, ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസും അതുപോലെ മൈക്രോബ്സ് ആൻഡ് ഹ്യൂമൻ വെൽഫെയറും. അപ്പം ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് ഡിസീസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ പാത്തജൻസ് ഏതൊക്കെയാണ്, ഏതൊക്കെ ഡിസോർഡേഴ്സ് ആണ് ഉണ്ടാക്കുന്നത്, സിംറ്റംസും കാര്യങ്ങളൊക്കെ പഠിക്കുക. അതിൽ ടൈഫോയിഡ്, അസ്കാരിയാസിസ്, ഫൈലേറിയാസിസ്, ന്യൂമോണിയ എല്ലാം വരുന്നുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇമ്മ്യൂൺ സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ അല്ലെ, വാക്സിൻസ്, പിന്നെ അതിന്റെ പുറമെ ക്യാൻസർ പഠിക്കാനുണ്ട്, HIV ആൻഡ് എയ്ഡ്സ് പഠിക്കാനുണ്ട്, ഡ്രഗ് ആൻഡ് ആൽക്കഹോൾ അബ്യൂസ് അഡോളസൻസിനെ എങ്ങനെ എഫക്ട് ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. പിന്നെ ചെറിയ ചാപ്റ്റർ ആണ് മൈക്രോബ്സ് ഇൻ ഹ്യൂമൻ വെൽഫെയർ. ഇതിൽ മൈക്രോബ്സ് ഇൻ ഫുഡ് പ്രോസസിംഗ്, ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ, സീവേജ് ട്രീറ്റ്മെന്റ്, പിന്നെ എനർജി ജനറേഷൻ, അതായത് നമ്മുടെ ബയോഗ്യാസിന്റെ പ്രൊഡക്ഷൻ ഒക്കെയാണ്. പിന്നെ എന്താണ് കൺട്രോൾ ഏജന്റ്സ് ആയിട്ടും ബയോ ഫെർട്ടിലൈസേഴ്സ് ആയിട്ടും, ആന്റിബയോട്ടിക്സും
പിന്നെ അത് ആ കാര്യങ്ങളൊക്കെയാണ് അതിൽ മെയിൻ ആയിട്ട് ചോദിക്കുന്നുണ്ടായിരിക്കും കേട്ടോ. യെസ് ആൻഡ് ദെൻ ഫോർത്ത് യൂണിറ്റ് ബയോടെക്നോളജി ആൻഡ് ആപ്ലിക്കേഷൻ. നമുക്ക് രണ്ടെണ്ണം ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സും ഉണ്ട്, ആപ്ലിക്കേഷൻ ഉണ്ട്. പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സിൽ നിങ്ങൾക്ക് ചോദിക്കേണ്ടതായിരിക്കും ജനറ്റിക് എഞ്ചിനീയറിംഗ് അല്ലെ, അതായത് നമ്മുടെ RDNA ടെക്നോളജി അല്ലെ, അതിലെ കാര്യങ്ങൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ബയോടെക്നോളജിന്റെ ആപ്ലിക്കേഷൻ വരുന്ന സമയത്ത് ഹെൽത്ത് ആൻഡ് അഗ്രികൾച്ചറൽ ആപ്ലിക്കേഷൻ എന്താണ്, ഹ്യൂമൻ ഇൻസുലിൻ അല്ലെ, ഇൻസുലിനും അതുപോലെ തന്നെ വാക്സിന്റെ പ്രൊഡക്ഷൻ, സ്റ്റെം സെൽ ടെക്നോളജി ഉണ്ട്, ജീൻ തെറാപ്പി നിങ്ങളോട് ചോദിക്കും, പിന്നെ GMO ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ്, അതിലാണ് നമ്മുടെ BT ക്രോപ്സിന്റെ കാര്യങ്ങൾ, BT കോട്ടൺ പോലെയുള്ള BT ക്രോപ്സിന്റെ കാര്യങ്ങൾ ചോദിക്കാം. ട്രാൻസ്ജനിക് ആനിമൽസ്, അതിൽ വരുന്ന പോലെ തന്നെ പേറ്റൻസി, അതേപോലെ ബയോ പൈറസി എന്നുള്ള കാര്യങ്ങളും ബയോ സേഫ്റ്റി ഇഷ്യൂസ്, ഇത്രയും ടോപ്പിക്സ് ആയിരിക്കും നിങ്ങൾക്ക് അതിൽ നോക്കാനായിട്ട് ഉണ്ടായിരിക്കുക. യെസ്, നമ്മുടെ ലാസ്റ്റത്തെ യൂണിറ്റ് ആണ് 5th യൂണിറ്റ് എക്കോളജി ആൻഡ് എൻവയോൺമെന്റിൽ. ചാപ്റ്റർ 11 is organisms and population. ഇതിൽ പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് പഠിക്കാനുള്ള നിങ്ങൾക്ക് എക്സ്ക്ലൂഡ് ചെയ്തിരിക്കുന്ന കുറച്ച് സംഭവങ്ങളുണ്ട്, അപ്പൊ അതൊന്നും നമുക്ക് ആക്ച്വലി പഠിക്കാനില്ല. അതെ, അതുകൊണ്ട് നമുക്ക് ആ ഭാഗങ്ങളൊക്കെ ഒഴിഞ്ഞു കിട്ടിയതാണ്, അതൊന്നും നോക്കണ്ട. കാര്യമായിട്ട് മെയിൻ ആയിട്ട് വരുന്നത് പോപ്പുലേഷൻ ഇന്ററാക്ഷൻസ് ആണ്. അതിൽ മ്യൂച്വലിസവും കോമ്പറ്റീഷനും പ്രിഡേഷൻ പാരസൈറ്റ്സ് നിങ്ങൾക്ക് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, ഏതൊക്കെയാ ചോദിക്കുക എന്നുള്ളതും പറഞ്ഞു തന്നിട്ടുണ്ട്. ഇന്ററാക്ഷനിൽ പോപ്പുലേഷൻ ആട്രിബ്യൂട്ട്, ഗ്രോത്ത്, ബർത്ത് റേറ്റും ഡെത്ത് റേറ്റും ഏജ് ഡിസ്ട്രിബ്യൂഷനും, ഇത്രയും കാര്യങ്ങൾ അതിൽ നിന്ന് ചോദിക്കുള്ളൂ. അപ്പൊ ശരിക്കും പറഞ്ഞാൽ കുറെ കുട്ടികൾ ഡൗട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതുപോലുള്ള ചില ടോപ്പിക്സ് ഒക്കെ ഉണ്ടോ, എക്സ്ക്ലൂഡ് ആയിട്ടുണ്ടോന്ന്. അപ്പൊ ആ സംശയം തീർന്നു കിട്ടിയല്ലോ. അപ്പൊ എക്സ്ക്ലൂഡഡ് എഴുതിയിട്ടുണ്ടെങ്കിൽ അത് പഠിക്കേണ്ട എന്നാണ് അർത്ഥം. ഇനി എക്കോസിസ്റ്റത്തിൽ വരുമ്പോൾ ഈ പറയുന്ന പോലെ പാറ്റേൺസ്, അതേപോലെ കോമ്പണൻസ്. ഓക്കെ, കോമ്പണൻസ് ഓഫ് എക്കോസിസ്റ്റം ഏതൊക്കെയാണ്? പ്രൊഡക്ടിവിറ്റി ആൻഡ് ഡീകമ്പോസിഷൻ, വെരി ഇമ്പോർട്ടന്റ്. കാരണം അതിൽ പറയുന്ന ഓരോ കാര്യങ്ങളും, എന്താണ് പ്രൊഡക്ടിവിറ്റി, പ്രൈമറി എന്താണ്, GPP എന്താണ്, NPP എന്താണ്, ആ കാര്യങ്ങൾ. എനർജി ഫ്ലോ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. പിരമിഡ്സ് ഓഫ് നമ്പറും ബയോമാസും എനർജി, 3 പിരമിഡും പഠിക്കണം. നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ 3 ഉള്ളത്, ആ 3 പഠിച്ചിരിക്കണം. ഇതിൽ നിങ്ങൾ ന്യൂട്രിയൻ സൈക്കിളും എക്കോളജിക്കൽ സക്സഷൻ നിങ്ങൾക്ക് പഠിക്കാനില്ല, അതും എക്സ്ക്ലൂഡ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ അതും എളുപ്പമായി. നമ്മുടെ ലാസ്റ്റ് ചാപ്റ്റർ ഏതാണ്? ബയോഡൈവേഴ്സിറ്റി ആൻഡ് കൺസർവേഷൻ. സോ ബയോഡൈവേഴ്സിറ്റിയുടെ കോൺസെപ്റ്റ് എന്താണ് എന്നുള്ളത് പഠിക്കുക, പോപ്പുലറൈസ് ചെയ്ത ആ ആളുടെ പേര് പഠിക്കാനുണ്ടല്ലോ, അതൊക്കെ പഠിക്കുക. പിന്നെ പാറ്റേൺസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി, ഇമ്പോർട്ടൻസ്, ലോസ് ഓഫ് ബയോഡൈവേഴ്സിറ്റി വെരി ഇമ്പോർട്ടന്റ് ആണ്, വെരി ഇമ്പോർട്ടന്റ്. 4 കോഴ്സസ് പഠിക്കാനുണ്ട്, ആ 4 കോഴ്സും കൃത്യമായിട്ട് പഠിച്ചു വെച്ചോളൂ. കൺസർവേഷനിൽ നമുക്ക് ഇൻസിറ്റു എക്സിറ്റു കൺസർവേഷൻ ആണ്, അതിൽ ഹോട്ട്സ്പോട്ട് പഠിക്കാനുണ്ട്, അതുപോലെ തന്നെ എൻഡേഞ്ചേർഡ് ഓർഗാനിസംസും എക്സ്റ്റിങ്ഷൻ പഠിക്കാനുണ്ട്, സേക്രഡ് ഗ്രൂവ്സ്, ബയോസ്ഫിയർ റിസർവ്സ്, നാഷണൽ പാർക്ക്, വൈൽഡ് ലൈഫ് സാങ്ച്വറീസ്, റാംസാർ സൈറ്റ്സ്, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പഠിക്കാനുള്ളത്. സോ ബേസിക്കലി പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് അറിയാലോ, +2 നമ്മൾ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് 99.9% വന്നിരിക്കുന്നത് അല്ലെ. യെസ്, അപ്പൊ ഇത് കൃത്യമായിട്ട് നിങ്ങൾ ഇത് അറിഞ്ഞ സ്ഥിതിക്ക് എന്ത് ചെയ്യുക, എക്സാമിന് അപ്ലൈ ചെയ്ത ആൾക്കാരൊക്കെ എന്ത് ചെയ്യുക, ഇപ്പോഴേ സ്കെഡ്യൂൾഡ് ആയിട്ട് എന്ത് ചെയ്യുക, പഠിച്ചു പോയിക്കോളൂ അല്ലെ. കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ഇപ്പൊ നേരത്തെ മിസ് പറഞ്ഞു ഇത് പഠിക്കണോ വേണ്ടോ, അങ്ങനെ കുറെ സംശയങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പൊ നിങ്ങൾക്ക് കണ്ടപ്പോ അറിയാം ഏതൊക്കെയാണ് കൃത്യമായിട്ട് ചോദിക്കാൻ ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ടാവും. അപ്പൊ ആ രീതിയിൽ തന്നെ വേണം നിങ്ങൾ ഇനി നിങ്ങളുടെ മുമ്പോട്ടുള്ള പഠിക്കുന്ന സമയം പ്ലാൻ ചെയ്യാൻ വേണ്ടിയിട്ട് കേട്ടോ. യെസ്, അധികം സമയമൊന്നുമില്ല, നമുക്ക് ക്രാക്ക് ചെയ്യണമെന്ന് അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ടാണ് നിങ്ങൾ അപ്ലൈ ചെയ്തിരിക്കുന്നത്. സോ എന്ത് ചെയ്യുക, ഈ സിലബസ് ഒക്കെ എടുത്ത് വെച്ചിട്ട് കറക്റ്റ് ആയിട്ട് പഠിക്കാൻ തുടങ്ങിക്കോളൂ, സമയമില്ല. ഓക്കെ, യെസ്. അപ്പൊ ഇതുപോലെയുള്ള ഇൻഫോർമേറ്റീവ് വീഡിയോസ് നമ്മൾ ഇനിയും നമ്മുടെ ചാനലിൽ വരുന്നതായിരിക്കും. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് യൂസ്ഫുൾ ആയി തോന്നിയെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഇപ്പോൾ ഇതുപോലെ എക്സാം അപ്ലൈ ചെയ്തിരിക്കുന്ന ഒരുപാട് ഫ്രണ്ട്സ് ഉണ്ടായിരിക്കും, അപ്പോൾ അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അത് നിങ്ങൾക്ക് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തൊക്കെ തരത്തിലുള്ള കാര്യങ്ങളാണ് ഇനി അറിയേണ്ടത് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. യെസ്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ അടുത്തൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ബൈ.